HSA ഫിസിക്കൽ സയൻസിൻ്റെ വേവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ തിയറി പാർട്ട് 2 പാർട്ടുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യപ്പെട്ടിയുടെ 50ാമത്തെ പാർട്ടിലാണ് നമ്മൾ ചോദ്യപ്പെട്ടി സെഷനിൽ ആപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു 50ാമത്തെ പാർട്ടിലുള്ള ആ ക്വസ്റ്റ്യൻസിനെ ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ചോദ്യപ്പെട്ടിയുടെ 50ാമത്തെ പാർട്ടിലുള്ള വേവ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 50 പാർട്ടുകൾ കഴിഞ്ഞിരിക്കുന്നു ചോദ്യപ്പെട്ടി എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അതുപോലെ ചോദ്യപ്പെട്ടി 50 കഴിഞ്ഞ് പോയിട്ടോ, അതിൽ കൂടുതൽ പാർട്ടുകളൊക്കെ ആയിട്ടുണ്ട്. 50ാമത്തെ പാർട്ടിലായിരുന്നു വേവ്സിൻ്റെ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. +1 ടെക്സ്റ്റ് ബുക്കുകളിലെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് അവിടെ കംപ്ലീറ്റഡ് ആയി തീർന്നിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. സോ ചോദ്യപ്പെട്ടി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ് ടു എക്സാം വരെ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യും. സോ ആരെങ്കിലും ഇനി ഇതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈവുള്ള ബാച്ചുണ്ട്, റെക്കോർഡർ മാത്രമുള്ള ബാച്ചുണ്ട്, ചോദ്യപ്പെട്ടിയും റെക്കോർഡർ ക്ലാസ്സുകൾ മാത്രം ആക്സസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിനൊക്കെ ഈ ബാച്ചിൽ ഏതെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും നല്ല കോഴ്സ് തന്നെ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. തരംഗ സമവാക്യത്തിലെ KX - ωt+5 എന്ന് പറയുന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഡാഷ് എന്നറിയപ്പെടുന്നു. ആയതി, ആവൃത്തി, തരംഗസംഖ്യ, ഫേസ്. ആയതി എന്താ? A sin KX - ωt A sin അല്ലേ, അതിനകത്ത് ഇടയ്ക്ക് ഉണ്ട്. അതിൽ A ആണ് ആയതി എന്ന് പറയുന്നത്. ആവർത്തി എന്ന് പറയുന്നത് അല്ലേ ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി. തരംഗസംഖ്യ K ആണ്. ഫേസും ഉണ്ട്, ഇനീഷ്യൽ ഫേസും ഉണ്ട്. ഇതിൽ ഫേസ് ആണ് നമ്മുടെ KX - ωt+5 എന്ന് പറയുന്നത്. അതിൽ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ K എന്ന് പറയുന്നത് വേവ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 5 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്ത തരംഗം സീസ്മിക് തരംഗം, എക്സ്റേ, പ്രകാശം, റേഡിയോ തരംഗം. സിമ്പിൾ അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും, എന്നാൽ യാന്ത്രിക തരംഗങ്ങൾക്ക് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്റേയും പ്രകാശവും റേഡിയോ വേവ്സും എല്ലാം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഭാഗമാണ് എങ്കിൽ സീസ്മിക് തരംഗം എന്ന് പറയുന്നത് ഭൂകമ്പം ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സീസ്മിക് തരംഗം അതൊരു മെക്കാനിക്കൽ വേവിനകത്ത് വരുന്നതാണ്. അതെന്ത് ചെയ്യില്ല? ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. സീസ്മിക് തരംഗമാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരുന്നത്. സീസ്മിക് ആണ് കേട്ടോ ശരിക്കും, സീസ്മിക് എന്നല്ല, സീസ്മിക് എന്ന് വരുന്നതാണ് ശരിക്കും കറക്റ്റ് വാക്കെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. വായുവിലെ ശബ്ദതരംഗങ്ങളെ പോളറൈസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പോളറൈസേഷൻ എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, അതിൻ്റെ കമ്പോണൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് പോളറൈസേഷനിൽ പറയുന്നത്. അത് നമ്മൾ പോളറോയിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പോളറൈസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ഹയർ സെക്കൻഡറി ലെവൽ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ പഠിക്കുന്നതാണ്, ഡിഗ്രി ലെവലിലേക്കും പഠിക്കുന്നതാണ്. ഇവിടെ ആ കണ്ടൻറ്റ് അതൊന്നും അല്ല നമുക്ക് പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ശബ്ദതരംഗങ്ങൾ, വായുവിലെ ശബ്ദതരംഗങ്ങളെ പോളറൈസ് ചെയ്യാൻ സാധിക്കാത്തത്? വേഗത കുറവുള്ളത് കൊണ്ടാണോ? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായതുകൊണ്ടാണോ? അനുദൈർഘ്യ തരംഗമായതുകൊണ്ടാണോ? വേഗത താപനിലയെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അനുദൈർഘ്യ തരംഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല? പോളറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അനുദൈർഘ്യ തരംഗമായതുകൊണ്ടാണ് അതിനെ പോളറൈസ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഒരു ഇലാസ്റ്റിക് വേവിൻ്റെ സ്ഥാനാന്തരം y = 3 sin ωt + 4 cos ωt എന്നാണെങ്കിൽ ഇവിടെ y സെൻറ്റിമീറ്ററിലും t സെക്കൻഡിലുമാണ്. ഇവിടെ റിസൾട്ടിൻ്റെ ആയതി എത്രയാണ്? ആയതി അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് A sin ωt എന്ന് പറയുന്ന ഒരു ഒറ്റ ഇതേ ഉള്ളെങ്കിൽ ഇതാണ് ആയതി എന്ന് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ 2 കമ്പോണൻസ് ഉണ്ട്. സോ അതിൻ്റെ നമ്മൾ എഫക്റ്റീവായിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അത് വേറെ ഒന്നുമല്ല, √3² + 4² ആണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? √9 + 16, ദാറ്റ് ഈസ് √25, ആൻഡ് ദ ആൻസർ ഈസ് 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 5 സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ഹാർമോണിക തരംഗത്തിൻ്റെ സമവാക്യം തന്നിരിക്കുന്നു. ഒരു ഹാർമോണിക് വേവിൻ്റെ സമവാക്യം തന്നിരിക്കുന്നു. y = 7.5 sin 0.005x + 12t. ടൈം പീരീഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. A sin ωt +5 എന്നുള്ള രീതിയിൽ അല്ലേ, ωt +5 നമ്മൾ പഠിച്ചാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാ? ആംപ്ലിറ്റ്യൂഡ് 7.5 മീറ്ററിൽ എടുക്കാം.
ദെൻ ഒമേഗ ടിയിൽ ഒമേഗ 12 കണ്ടോ, ഒമേഗ ടി പ്ലസ് 5. അതുപോലെ കെ എക്സ് മൈനസ് ഒമേഗ ടി ഉണ്ട് കേട്ടോ, കെ എക്സ് ഉണ്ട് അതിനകത്ത്, കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെങ്കിൽ പ്ലസ് ഒമേഗ ടി പ്ലസ് 5. ആ രീതിയിലാണ് രണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്ഷനൊക്കെ വരുന്ന സമയത്ത് രണ്ടും മാറി വരും. കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. അപ്പോൾ ഇവിടെ കെ എക്സ് കെയുടെ വാല്യൂ കണ്ടോ, എക്സിൻ്റെ കൂടെ കിടക്കുന്ന കെയുടെ വാല്യൂ, ഒമേഗ ടി ഒമേഗയുടെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ ഉപയോഗിക്കാം. ടി ഈസ് ഈക്വൽ ടു 2π ഒമേഗ എന്നുള്ള ഇക്വേഷൻ അവിടെ ഉപയോഗിക്കാൻ പറ്റും. ടി ഈസ് ഈക്വൽ ടു 2π ഒമേഗ. ഒമേഗയുടെ വാല്യൂ ഇവിടെ 12 ഉണ്ടല്ലോ, ദെൻ 2π/12 അല്ലേ, 2π/12 അല്ലേ അവിടുത്തെ ആൻസർ? യെസ്, 2π/12 ആണ്. അങ്ങനെയാണെങ്കിൽ 6 വരില്ലേ, π/6 അല്ലേ അവിടുത്തെ ആൻസർ ആയിട്ട് വരിക? π/6 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. നോക്കൂ, എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി, അതിൽ ഒമേഗയുടെ വാല്യൂ ഉണ്ടെങ്കിൽ 2π/ഒമേഗ. ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് കേട്ടോ. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ π/6 ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ. ഒരു പ്രോഗ്രസീവ് തരംഗത്തിൻ്റെ സമവാക്യം തന്നിരിക്കുന്നു. y ഈസ് ഈക്വൽ ടു 5 സൈൻ 100πt മൈനസ് 0.4πx. ഇവിടെ വൈയും എക്സ് എന്നിവ മീറ്ററിലും ടി സെക്കൻഡിലുമാണ്. ശരിയായ പ്രസ്താവനകൾ ഏത്? തരംഗത്തിൻ്റെ ആയതി നോക്കാം. എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് 5 ഒക്കെ പറയുമല്ലോ. 5 എയുടെ സ്ഥാനത്ത്, ദെൻ മീറ്ററിലാണ് തരംഗത്തിൻ്റെ ആയതി 5 മീറ്റർ. ശരിയാ. തരംഗ ദൈർഘ്യം 5 മീറ്റർ. ലാംഡയാണ് തരംഗ ദൈർഘ്യം അല്ലേ. ലാംഡ എന്ന് പറയുന്നത് എന്താ? 2π/k അല്ലേ. ലാംഡ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ 2π/k ആണ്. കെയുടെ വാല്യൂ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊക്കെയുള്ള ഇക്വേഷനകത്ത് എക്സിൻ്റെ കൂടെ കിടക്കുന്നയാൾ കെ ആയിരിക്കും. ആരാത്? 0.4π ആണ്. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2π/0.4π. ദെൻ പൈയും ക്യാൻസൽ ചെയ്ത് 2/0.4 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 5 തന്നെ ആൻസർ കിട്ടും. 5 മീറ്റർ ആണ്. അതും 5 മീറ്റർ ആണ്. ആൻസർ ശരിയാണ്. അവിടെ 2π/k ആണ് ഉപയോഗിച്ചത്. ലാംഡ ഈസ് ഈക്വൽ ടു 2π/k എന്നുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ആവർത്തി 15 ഹെഡ്സ് ആണ്. ആവർത്തി 15 ഹെഡ്സ് ആണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആവർത്തിയുടെ ഇക്വേഷൻ എന്താ? ന്യൂ ഈസ് ഈക്വൽ ടു ω/2π. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π/ഒമേഗ ആണ്. ന്യൂ ഈസ് ഈക്വൽ ടു ω/2π ആണ്. ഒമേഗ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാമല്ലോ. ഒമേഗ ടി കണ്ടോ, ടിയുടെ കൂടെ കിടക്കുന്നയാൾ ഒമേഗ. ഒമേഗയുടെ വാല്യൂ 100π ആണെന്ന് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനകത്ത്. ദെൻ 2π ക്യാൻസൽ ഈ പൈയും 100/2 എത്രയാ? 15 ഹെഡ്സ്. അതും ശരിയാണ് അല്ലേ. അവിടെ ന്യൂ ഈസ് ഈക്വൽ ω/2π ഉപയോഗിച്ചു. നേരത്തെ 2π/k ലാംഡ ഉപയോഗിച്ചു. തരംഗത്തിൻ്റെ പ്രവേഗം എത്രയാണ്? പ്രവേഗം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? v ഈസ് ഈക്വൽ ടു തരംഗ പ്രവേഗം എന്ന് പറയുന്നത് v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. കണ്ടോ, 3 ഇക്വേഷൻസ് ആ ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചു വെക്കേണ്ടത്. ലാംഡ ഈസ് ഈക്വൽ ടു 2π/k, ന്യൂ ഈസ് ഈക്വൽ ടു ω/2π, v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തരംഗത്തിൻ്റെ പ്രവേഗം കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ന്യൂവും കണ്ടുപിടിച്ചിട്ടുണ്ട്, ലാംഡയും കണ്ടുപിടിച്ചിട്ടുണ്ട്. 15 × 5 250 മീറ്റർ പെർ സെക്കൻഡ്. 15 × 5 തന്നെയാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. 215 മീറ്റർ പെർ സെക്കൻഡ്. അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 4ഉം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? 1 2 3 4 ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. കണ്ടോ, അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? യെസ്, ഇതൊക്കെ നീറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആവർത്തി ന്യൂ, തരംഗദൈർഘ്യം ലാംഡ, തരംഗത്തിൻ്റെ പ്രവേഗം v എന്നിവയെ ബന്ധിപ്പിക്കുന്ന സമവാക്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. അതിവിടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇവിടെ v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നില്ല, പകരം ന്യൂ ഈക്വൽ ടു. അപ്പം ന്യൂ ഈസ് ഈക്വൽ ടു എന്താ? v/λ. ഓപ്ഷനിലുണ്ടോ നോക്കിയേ? ഉണ്ടല്ലോ. ഓപ്ഷൻ സി ദേ ആൻസറായി. ന്യൂ ഈസ് ഈക്വൽ ടു v/λ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ ആൻസറും കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ശരീരത്തിലെ കോശങ്ങളിലെ ട്യൂമറിനെ കണ്ടെത്താൻ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഒരു അൾട്രാസോണിക് സ്കാനറിൻ്റെ ആവൃത്തി 3.2 മെഗാഹെഡ്സ് ആണ്. 3.2 മെഗാഹെഡ്സ്. കോശത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത 1.6 km/s. ശബ്ദത്തിൻ്റെ തരംഗ ദൈർഘ്യം മില്ലിമീറ്ററിൽ കണ്ടെത്താനാണ് ചോദ്യം. ഇപ്പോൾ തരംഗ ദൈർഘ്യമൊക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ടല്ലേ. ഫ്രീക്വൻസി എത്രയാണ്? അതിനെ SI കൊണ്ടുകൊണ്ട് മാറ്റണം. 3.2 × 10⁶ ഹെഡ്സ് ആണ് അല്ലേ, മെഗാ ഹെഡ്സിനെ മാറ്റി കഴിയുമ്പോൾ. ദെൻ നമുക്ക് വേഗത തന്നിട്ടുണ്ട്. വേഗത എന്ന് പറയുമ്പോൾ 1.6 km/s ആണ്. അപ്പോൾ 10⁻⁻, നമുക്ക് എത്ര എഴുതാം? -10⁻⁻ km/s എന്നല്ലേ തന്നിരിക്കുന്നത്. യെസ്. അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക്
മാറ്റുക. 10³ എന്നുള്ളത് അവിടെ കിട്ടും. 10³ എടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1.6 × 10³ ഉണ്ട്, 3.2 × 10⁶ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും? വി ന്യൂവും തമ്മിലുള്ള ഏത് ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? വി = ന്യൂ ലാംഡ എന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ, അതിൽ നിന്ന് തരംഗദൈർഘ്യത്തിൻ്റെ ഇക്വേഷനിലേക്ക് എത്തുക. ലാംഡ = v/ന്യൂ ആണ്. v/ന്യൂ ആണ്. വി എത്രയാ? 1.6 × 10⁻³ ആണ്. ദെൻ അല്ല, ന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3.2 × 10⁶ ആണ്. ഇത് 1.6ഉം 3.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്രയാണ്? ആൻസർ 1/2 × 10⁻3ഉം 10⁻⁻6ഉം വരും. 10⁻³ ആണ്. ദാറ്റ് ഈസ് 0.5 × 10⁻³ അഥവാ 0.5 × 10⁻³ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 0.5 × 10⁻³ മീറ്ററിനെ നമുക്ക് മില്ലിമീറ്ററിൽ കാണിക്കാം. 0.5 മില്ലിമീറ്റർ. അതല്ലേ ശരി? ഓപ്ഷൻ ബി അല്ലേ ശരിയായിട്ടുള്ള ആൻസർ? യെസ്, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. 0.5 മില്ലിമീറ്ററിലാവണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരം, ദ്രാവകം, വാതകം, ശൂന്യത. ശൂന്യതയാണോ? അല്ല. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ശൂന്യത. ശബ്ദം വാതകത്തിലൂടെയാണോ ഏറ്റവും വേഗത്തിൽ? അല്ല. ദ്രാവകത്തിലൂടെയാണോ? അല്ല. പിന്നെയോ? ആ ഡെൻസിറ്റി കൂടുതലുള്ള ഖരത്തിലൂടെയാണ്. വൈബ്രേഷൻ അല്ലേ? തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യിക്കാം. ഡെൻസിറ്റി കൂടുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ സൗണ്ടിൻ്റെ സ്പീഡും കൂടും. അപ്പോൾ ഖരാവസ്ഥയിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുക. ഇതിൽ ഏറ്റവും പതുക്കെ പോകുന്നത് വാതകത്തിലൂടെയാണ്. പോവാത്തത് ശൂന്യതയിലൂടെയുമാണ്. ഓർത്തിരിക്കണം. വളരെ ബേസിക് ക്വസ്റ്റ്യനാണ്. PSCക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യനായിരുന്നു ഒരു കാലത്ത്. ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന അനുദൈർഘ്യ തരംഗങ്ങളുടെ വേഗത. അനുദൈർഘ്യ തരംഗങ്ങൾ റൂട്ട് y/ρ, റൂട്ട് t/ν, റൂട്ട് p/ρ, റൂട്ട് b/ρ. ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന അനുദൈർഘ്യ തരംഗങ്ങളുടെ അനുപ്രസ്ഥമുണ്ട്, അനുദൈർഘ്യമുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്പീഡിൻ്റെ കാണുമ്പോൾ റൂട്ട് ബൾക്ക് മോഡുലസ് ആണ് എടുക്കുന്നത്. റൂട്ട് b/ρ ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയും. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നത് ഇതിലേതാണ് ന്യൂട്ടൻ്റെ സമവാക്യം? v = റൂട്ട് p/ρ, v = റൂട്ട് t/ρ, v = റൂട്ട് p/ρ, v = റൂട്ട് b/ρ. ഇവിടെ ഇത് റൂട്ട് ρ/p എന്ന് കൊടുത്താൽ മതി കേട്ടോ. ρ/p എങ്കിലും ശരിയാവുള്ളൂ. കാരണം രണ്ട് ഓപ്ഷൻ ഒരുപാട് വന്നില്ലേ. സംശയമൊന്നും വേണ്ട. ന്യൂട്ടൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് p/ρ ആണ്. പിന്നീട് ലാപ്ലേസ് അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഗാമ, CP/CV ഉണ്ടാകുന്ന ഗാമ കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. എനിവേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വരുന്നത്, ന്യൂട്ടൺ ശബ്ദം ഒരു വാതകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള മർദ്ദ വ്യതിയാനത്തെ ഈ ഇക്വേഷനിലൂടെയൊക്കെ കണ്ടെത്തുന്നത് ഏത് രീതിയിലാണ്? ഐസോതെർമലായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണോ, അഡിയബാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണോ, ഐസോബാറിക് ആയിട്ടാണോ, ഐസോമോപ്പിക് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണോ? തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒന്നാണ്. ന്യൂട്ടൺ അതിനെ കൊണ്ടുപോകുന്നത് ഐസോതെർമൽ പ്രോസസ്സായിട്ട് കൊണ്ടുപോയിക്കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എക്സ്പെരിമെൻ്റൽ വാല്യൂസിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ടായിരുന്നു ന്യൂട്ടൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാണ് ലാപ്ലേസ്. പക്ഷേ ഐസോതെർമലായിട്ടല്ല ട്രീറ്റ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ശബ്ദത്തിൻ്റെ ആ ഒരു പ്രസരണത്തെ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നതിനെ ഏതായിട്ടാണ് ലാപ്ലേസ് ട്രീറ്റ് ചെയ്തത്? നിങ്ങൾ ആ ഉത്തരം കമൻറ്റ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. വളരെ സിമ്പിളാണ്. ലാപ്ലേസ് കറക്ഷൻ്റെ ഇക്വേഷനും ഓർത്തിരിക്കേണ്ടതാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ ഒരു സെറ്റ് ക്വസ്റ്റ്യനുകൾ അന്നേ ഉള്ളൂ. ഇനിയുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദ്യപ്പെട്ടിയൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ക്ലാസ്സുകൾ. സോ വീണ്ടും പുതിയ ടോപ്പിക്സുമായിട്ട് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് എൻട്രിയിൽ അഡ്മിഷൻ എടുത്ത് HSCയുടെ പഠനം ഉഷാറാക്കുക. എല്ലാ ആശംസകളും. നന്ദി.